സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ആരാധനകൾ ഇബാദത്തുകളാൽ സമ്പന്നമാകുമ്പോഴാണ് വിശ്വാസികളുടെ ജീവിതത്തിന് സൗന്ദര്യമുണ്ടാകുന്നത്, ആസ്വാദനമുണ്ടാകുന്നത്. ഇബാദത്ത് എന്ന് പറയുന്നത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ് വയർളാഹ് മിനൽ അഖ്വാലി വൽ അഫ്ആലി അല്ലാഹിറതി വൽ ബാത്തിന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അത് പ്രത്യക്ഷമായതും പരോക്ഷമായതിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആരാധനകൾ, ഇബാദത്ത് എന്ന് പറയുന്നത്. അത് പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ട്, വാക്കുകൾ കൊണ്ടുണ്ട്. പക്ഷെ ആ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അവന് തൃപ്തിയുള്ളതുമാകുമ്പോഴാണ് അത് ഇബാദത്തായി, ആരാധനയായി മാറുന്നത്. രണ്ടു തരമുണ്ട് ഇബാദത്ത്. ആരാധനകൾ എന്ന് പറയുന്നത് രണ്ടു തരമുണ്ട്. ഒന്ന് ആത്മീയമാനമുള്ള ആരാധനകൾ. നമ്മുടെ നമസ്കാരം ഒരു ആത്മീയമാനമുള്ള ഒരു ആരാധനയാണ്. നോമ്പ് ആത്മീയമാനമുള്ള ഒരു ആരാധനയാണ്. ഹജ്ജും സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ആരാധനാമാനമുള്ള ഒരു ആരാധനയായി നമുക്ക് കാണാൻ കഴിയും. ഒരു ആത്മീയമാനമുള്ള ആരാധനയായി നമുക്കതിനെ കാണാൻ കഴിയും. എന്നാൽ രണ്ടാമതൊരു വിഭാഗം സാമൂഹികമായ ഒരു ആരാധനകളുണ്ട്. സാമൂഹികമാനമുള്ള ആരാധനകൾ എന്ന് പറയുന്നത് ഈ കർമ്മങ്ങളെല്ലാം, ഇപ്പൊ നമ്മുടെ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി, അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സംസാരമാണ്, ഇടപാടാണ് നമസ്കാരം എന്ന് പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നതെല്ലാം. അതിനിടയിൽ മറ്റൊരാൾക്ക് പ്രവേശനമില്ല, മറ്റൊരാളുടെ ആവശ്യവും നമുക്കില്ല. എന്നാൽ സാമൂഹികമാനമുള്ള ആരാധനകളുണ്ട്. ആ ആരാധനകളുടെ പ്രത്യേകത, ഈ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നതോടൊപ്പം അതിന്റെ ഗുണം സമൂഹത്തിന് കൂടി ലഭിക്കുന്ന തരത്തിലുള്ള ആരാധനകളെയാണ് സാമൂഹികമാനമുള്ള ആരാധനകൾ എന്ന് പറയുന്നത്. അത് കാരുണ്യ പ്രവർത്തനങ്ങൾ, പെരുമാറ്റ മര്യാദകൾ എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. ഈ സാമൂഹികമാനമുള്ള ആരാധനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് അതെല്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ സാമൂഹികമാനമുള്ള ആരാധനകളെ കുറിച്ചുള്ള ചില സൂചനകളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളോട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വൈകല്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ആശ്വാസമേകുകയും ചെയ്യുക എന്നത് സാമൂഹികമാനമുള്ള ഒരു ആരാധനയിൽപ്പെട്ടതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നാം കണ്ണോടിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മൻ ഇസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫലയഫ്അൽ. നിനക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരന് ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ചുരുങ്ങിയ ആയത്തുകളാണുള്ളത്. മതനിഷേധി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മതനിഷേധിക്കൊരു നിർവചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നൽകുന്നത് ഫദാലിക്കല്ലദീ യദഉൽ യതീം, അനാഥകളെ ആട്ടിയോടിക്കുന്നവൻ മതനിഷേധികളാണ്, അല്ലെങ്കിൽ കളവാക്കിയവനാണ് എന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നു. ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവർ എന്നല്ല ഖുർആൻ പറയുന്നത്. മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി മനസ്സില്ലാത്തവർ, അത്തരമൊരു നന്മയോട് ചേർന്നു നിൽക്കണമെന്ന് പറയാൻ പോലും സൗകര്യമില്ലാത്തവർ
എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. ആ അധ്യായം ഖുർആൻ അവസാനിപ്പിക്കുന്നത് വയംനഊനൽ മാഊൻ, പരോപകാരങ്ങളെ പോലും തടയുന്നവരാണ്. ഒരു പരോപകാരവും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാത്ത, അതിന് താല്പര്യമില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത്. ഇത് കേവലം സാമ്പത്തികമായ സഹായങ്ങളെ കുറിച്ച് മാത്രമല്ല ഖുർആൻ, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് പറയുന്നത്. നമ്മുടെ അയൽവാസിയായ ഒരു രോഗി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പോലും, നമ്മുടെ വീട്ടിലേക്ക് ഒരാളുടെ ആവശ്യത്തിന് കടന്നു വരുമ്പോൾ അയാൾക്കൊരു കൈക്കോട്ടോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു നന്മ കൊടുക്കുന്നത് പോലും വയംനഊനൽ മാഊൻ, പരോപകാരങ്ങൾ അത് തടയുന്നവർ എന്ന ഗണത്തിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമാകും. നമുക്കത് ആ പരോപകാരികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്കത് അവസരം നൽകും. ഏറ്റവും നിസ്സാരമായ കാരണങ്ങൾ പോലും, ആ നന്മകളെ പോലും ചേർത്തു പിടിക്കുക എന്നതാണ് ഖുർആൻ മനുഷ്യർ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അത് നാം ചെയ്യുക, അതാണ് പ്രധാനം. പരോപകാരികൾക്ക് ഇത്തരം പരോപകാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന ഒരു സഹായത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങളുടെ സഹോദരനെ സഹായിച്ചാൽ അല്ലാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. ആ റബ്ബിന്റെ സഹായം ജീവിതത്തിൽ ലഭിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് പ്രയാസപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും സങ്കടപ്പെടുന്നവരുടെയും കണ്ണുനീരൊഴുക്കുന്നവരുടെയും കൂടെ നിൽക്കുന്നവരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് പ്രവാചകനായതിനു ശേഷം ലഭിച്ച ഒരു സ്വഭാവ ഗുണമല്ല. നബി ആയതിനു ശേഷം അല്ലെങ്കിൽ മുസ്ലിം ആയതിന് വിശ്വാസം കിട്ടിയതിനു ശേഷം ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇത് കാണാൻ കഴിയുന്നത്. സമ്മിലൂനി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി വന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട് പുതപ്പിട്ട് മൂടണമെന്ന് പറയുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത്, നിങ്ങളെ അല്ലാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നു, സങ്കടപ്പെടുന്നവരെ ചേർത്ത് നിർത്തുന്നു, കുടുംബ ബന്ധങ്ങളെ അങ്ങ് യോജിപ്പിക്കുന്നു, എല്ലാവരോടും കരുണ കാണിക്കുന്നു, ആലംബമില്ലാത്തവർക്ക് അത്താണിയും വീണുപോകുന്നവർക്ക് കൈത്താങ്ങുമാണ് നബിയെ താങ്കൾ. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല എന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് വഹി കിട്ടി ആദ്യം പേടിച്ച് വീട്ടിലേക്ക് ഓടി വരുന്ന ദിവസത്തിലാണ്. നബിയാവുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണിത്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളിൽ നാം മുഴുകുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് ദുനിയാവിന്റെ പളപളപ്പുകളിലും ദുനിയാവിന്റെ സൗകര്യങ്ങളിലും നമ്മളത് ആസ്വദിക്കുമ്പോ, നമ്മളത് അനുഭവിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രയാസപ്പെടുന്നവരും വേദനിക്കുന്നവരും ഒക്കെ എമ്പാടും നമുക്ക് അവരെ കാണാൻ കഴിയും. നമ്മുടെ കൺമുന്നിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. കല്യാണങ്ങൾ ആസ്വാദകരമാകുമ്പോൾ 5, 6, 7 ദിവസങ്ങൾ വിവാഹാഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ, നമ്മുടെയൊക്കെ തൊട്ട അയൽപ്പക്കങ്ങളിൽ പോലും നമുക്ക് അവരെ കാണാൻ കഴിയും. പക്ഷേ അതിന് നമ്മുടെ കണ്ണുകളും നമ്മൾ തുറക്കണം. നമ്മുടെ കാതുകൾ അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ നാം ഒന്ന് നീക്കിവെക്കാൻ നമുക്ക് കഴിയണം. വസ്ത്രം ധരിക്കാൻ, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്തവർ, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, ഒരു നല്ല എന്തെങ്കിലും ജീവിതത്തിൽ ഒരാസ്വാദനം പോലും അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ എമ്പാടും നമുക്കുണ്ട്. അനാഥകൾ, വിധവകൾ, പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ കൊണ്ട്, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് നല്ല വിശ്വാസികളാകാൻ കഴിയുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവരുടെ കണ്ണീരൊപ്പുമ്പോൾ, അവരുടെ വിശപ്പകറ്റുമ്പോൾ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിത യാത്രകളിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസികൾക്ക് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൗകര്യവും സഹായവും എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായ പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ പ്രവാചകരെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിന്റെ സഹോദരന് സന്തോഷവാനായി നിന്റെ സഹോദരന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിനക്ക് കഴിയുന്ന പ്രവർത്തനമാണ് അഅ്മാൽ, അഫ്ളലായ അഅ്മാലുകൾ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചുറ്റുഭാഗമുള്ള, നമ്മുടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിജയിക്കാൻ കാരണമാകുമ്പോഴാണ്
നമുക്ക് നല്ല വിശ്വാസികളായി തീരാൻ കഴിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും കോടികൾ ചെലവഴിക്കുന്നവർ, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവർ, ഓരോ പ്രോഗ്രാമുകൾക്കും എത്രയോ വസ്ത്രങ്ങൾ വാരിക്കൂട്ടുന്നവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരും, ഒരു നേരം മരുന്ന് വാങ്ങാൻ കഴിയാത്തവരും, ഒരു വസ്ത്രം ധരിക്കാൻ കഴിയാത്തവരുമായ സാധുക്കൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഓർമ്മകൾ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസിയുടെ ജീവിതം സൗന്ദര്യമുണ്ടാകുന്നത്, അവന്റെ ജീവിതത്തിന് സൗരഭ്യം ഉണ്ടാകുന്നത്, അവന്റെ ജീവിതത്തിന് കൺകുളിർമ ഉണ്ടാകുന്നതും അത് മനോഹരമാകുന്നതുമെന്നാണ് ഇസ്ലാം വിശ്വാസികളെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും. കടുത്ത പരീക്ഷണങ്ങളിൽ വലഞ്ഞ് പുഞ്ചിരിക്കാൻ പോലും മറന്നുപോകുന്ന മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ കാരണമാകുന്ന പ്രവർത്തകരാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും നമ്മുടെ ജീവിതം ആസ്വാദികരമാകുന്നതും. എത്രയോ ബാധ്യതയുള്ള കടബാധ്യതകളുള്ള ആളുകളുണ്ട്. കടമെന്ന് പറയുന്നത് അതൊരു അസുഖമായി മാറ്റിയ ആളുകളുണ്ട്. നനഞ്ഞിടൽ കുഴിക്കുക എന്ന് പറയുന്നത് പോലെ നാട്ടിൽ നിന്നെല്ലാം കടം വാങ്ങുക എന്നത് സ്വഭാവമായി തീരുന്ന മനുഷ്യരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അത്തരമൊരു കാര്യത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. എന്നാൽ അനിവാര്യതകൾ കൊണ്ട് കടം വാങ്ങുന്നവരുണ്ട്. അനിവാര്യമായ സാഹചര്യങ്ങൾ കടം വാങ്ങാൻ വിധിക്കപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. വിശ്വാസികളോട് നബി സല്ലല്ലാഹു കടം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. പ്രവാചകൻ കടത്തെ ഗൗരവമായിട്ടാണ് നോക്കിക്കാണുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടം എന്ന് പറയുന്നത് രാത്രി നിങ്ങളുടെ ഉറക്കങ്ങളെ, പകൽ നിങ്ങളുടെ അഭിമാനങ്ങളെ, പകൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാനും രാത്രി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാനും കാരണമാകും. കടബാധ്യത കടം വാങ്ങിക്കുന്നതിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. അതൊരു കടം കൊടുക്കുന്ന രണ്ട് നഷ്ടങ്ങളാണ് കൊടുക്കുന്നതിനുണ്ടാകുക. ഇപ്പോ പൊതുവെ ഇക്കാലത്ത് ഒന്ന്, കടം കൊടുക്കുന്നതോടുകൂടി ആ ബന്ധം മുറിയാൻ കാരണമാകുന്ന ഒന്നായി ഇന്ന് കടം നൽകുക. അല്ലെ സാമ്പത്തികം ഒരാളുടെ തെറ്റണമെന്നുണ്ടെങ്കിൽ ഉപദ്രവം ചെയ്യേണ്ട, അയാൾക്കൊരു ഇത്തിരി പൈസ കടം കൊടുത്താൽ മതി. പെട്ടെന്ന് ആളുകൾ തമ്മിൽ തെറ്റാൻ കാരണമായി തീരുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. രണ്ട്, ആ പണം നഷ്ടം കൊടുത്തിട്ടില്ലെങ്കിലോ ബന്ധം നഷ്ടാവുള്ളൂ. ചിലപ്പോ പണം നമുക്ക് കിട്ടും, അപ്പൊ ഏതാ ലാഭം, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് കടം നൽകാൻ താല്പര്യമില്ലാത്ത ആളുകൾ കാരണങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ, അതായത് ഇത് വാങ്ങുക എന്നത് എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടുന്നിടത്തെല്ലാം പണം ഇങ്ങനെ വാങ്ങി കൂട്ടുക എന്നതൊരു സ്വഭാവമായി കാണുന്ന ആളുകളുടെ ഗണത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം നൽകിയ ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നു, ഒരാൾക്ക് ഒരു പ്രയാസമുണ്ട് തിരിച്ചു തരാൻ, അയാൾക്കൊരു അവധി നീട്ടിക്കൊടുക്കുക എന്നത് നിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ നിനക്ക് കാരണമാണ്. അതേപോലെ തന്നെ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് ലഘൂകരിച്ചു കൊടുക്കുക. ഇനി അവൻ ഒരിക്കലും തരാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം, അവന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. വിധവകളോട്, അനാഥകളോട് അതിനെക്കുറിച്ച് എല്ലാ റസൂലുള്ളാഹി പറയുന്നത്, വിധവകളോടും അനാഥകളോടും ചേർത്തു പിടിക്കുന്നവൻ, അവരോട് കാരുണ്യം കാണിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പോരാളിയെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിക വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാൻ, അവരോട് കാരുണ്യം കാണിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം അത്തരം നന്മകൾക്ക് തുടക്കം കുറിച്ച ഒരുപാട് നന്മകളുണ്ട്. അത്തരം പാലിയേറ്റീവ് കെയറുകളെ കുറിച്ച് നമുക്കറിയാം. ഇന്നലെ പാലിയേറ്റീവ് കെയറുകൾക്ക് സാമ്പത്തിക സഹായം നടത്തിയൊരു ദിവസമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തൊട്ടടുത്താണ് നമ്മുടെ പള്ളിയുള്ളത്. 1989 80കളുടെ ഒടുവിലും 90കളുടെ തുടക്കത്തിലുമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനും സംവിധാനത്തിനും ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തുടക്കം കുറിച്ച ഒരു സംവിധാനം, രോഗികളോടുള്ള കാരുണ്യത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു സംവിധാനം ഇന്നത് വളർന്നു പന്തലിച്ചു. മഞ്ചേരിയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ ജനകീയമാക്കുന്നു. ഇന്നതൊരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ജനകീയമായ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയായി അത് വളർന്നു പടർന്നു പന്തലിച്ച് 10,000ങ്ങൾക്ക് തണൽ നൽകുന്ന ഒരു നന്മയായി വളർന്നു വന്നിരിക്കുന്നു. എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കമുണ്ടായത്? ഒരു മനുഷ്യരോടുള്ള കാരുണ്യത്തിൽ നിന്ന് തുടങ്ങിയത് 10,000ങ്ങൾക്ക് കരുണ നൽകുന്നതായി മാറി. ഇതിന്റെ ചുറ്റുഭാഗങ്ങളിൽ എത്രയോ ആയിരങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നത്, ആയിരങ്ങൾക്കാണ് തണൽ നൽകുന്ന പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന സൗന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതവരുടെ ഈമാനിന്റെ ഭാഗമാണ്, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.
അത് ഒരിക്കൽ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? ഞാനൊരാൾക്കൊരു സഹായം ചെയ്ത അയാൾ എന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കണമെന്ന താല്പര്യത്തിന്റെ പേരിലാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അഗതിക്കും അനാഥക്കും തടവുകാരനും ആഹാരത്തോട് അവരെ ഭക്ഷിപ്പിക്കുന്നത്. അത് നൽകുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ അടുക്കൽ നിന്ന്, നമ്മുടെ അടുക്കൽ നിന്ന് സഹായം തേടിയവൻ നമ്മുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയും അവൻ ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യണമെന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ ഈ ഏർപ്പാടുകൾ നിർത്തി തിരിച്ചു പോകലാണ് നമുക്ക് ഏറ്റവും ഉത്തമം. എന്നാൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതോ അള്ളാഹുവിന്റെ നന്ദിയും ഇഷ്ടവും സ്നേഹവും പ്രതിഫലവുമാണ് ഈ നന്മ ചെയ്യുന്നതിൽ നമുക്ക് പ്രചോദനം നൽകേണ്ടത്. അതിനേക്കാളേറെ ഖുർആൻ പറയുന്ന ഒരു കാര്യം, മുഖങ്ങൾ ചുളുങ്ങിപ്പോകുന്ന ഒരു ദിവസത്തിൽ, ആ ദിവസത്തെ എനിക്ക് നന്മയുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഗുണമുണ്ട്, അല്ലെങ്കിലോ ഇത് മുഴുവൻ നഷ്ടമാണ്. അതുകൊണ്ട് ഇത്തരം നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. കാരുണ്യവും സ്നേഹവും ഒരു പുഴയായി, ഒരു കടലായി, ഒരു സമുദ്രമായി, ഒരു മലവെള്ളപ്പാച്ചിലായി വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹു അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ والعاقبة للمسلمين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് രണ്ടാമതായി അതറിയിക്കുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം പ്രസിദ്ധമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയായി. ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പള്ളിയിൽ വട്ടമിട്ടിരുന്ന് തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ ചൊല്ലുന്ന കുറച്ച് ആളുകളെ കണ്ടു. അവർ അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കും. അങ്ങനെ 100 തവണ 100 കല്ല് മാറ്റിവെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ തുടങ്ങും 100 തവണ 100 കല്ല് ഇങ്ങനെ ഓരോന്ന് എണ്ണം പിടിച്ച് മാറ്റിവെക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞു, നന്മയല്ലാതെ ഞങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ എണ്ണം പിടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രങ്ങൾ നുരുങ്ങിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല. നിങ്ങൾ ഇവിടെ ഫിത്നയുടെ കുഴപ്പത്തിന്റെ വാതിലുകൾ തുറക്കുകയാണോ എന്നാണ് സ്വഹാബത്തിന്റെ ചോദ്യം. അവരെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടല്ലാതെ അവർ വിശ്രമിച്ചില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ലതാണ് എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം ആരാധനയായി ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്നാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, വമാ അതാകും റസൂലു ഫഖുദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യം എന്തോ, ദീനായിട്ട് പഠിപ്പിച്ച കാര്യം എന്തോ നിങ്ങൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി വിരോധിച്ച കാര്യങ്ങൾ അത് വെടിയുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. റജബ് മാസത്തിലാണ്, റജബ് നോമ്പ്, ആളുകൾ സാധാരണയായിട്ട് നോമ്പ് നോക്കാറുള്ള ഒരു സമയമാണ്. നോമ്പല്ലേ, നല്ലതല്ലേ, ഒരു തോന്നലാണ് ആളുകൾക്ക്, ഇങ്ങനെ ഒരു നല്ലൊരു കാര്യമല്ല, നോമ്പല്ലേ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം എന്താ, സ്വഹാബത്ത് മനസ്സിലാക്കിയത് എന്താണ്? ഒരാരാധന ദീനിൽ പഠിപ്പിക്കാൻ, മതത്തിൽ പഠിപ്പിക്കാൻ ആർക്കാണ് അർഹതയുള്ളത്? അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ.
അള്ളാഹു വഹിയായ റസൂലുള്ളാഹിക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ദീനായി മാറുന്നത്. അത് നമുക്ക് ഇഷ്ടമല്ല. സുബൈക്ക് നല്ല തണുപ്പാണ്, 2 റക്അത്ത് നിസ്കാരമല്ല, കഷ്ടപ്പെട്ട് എണീറ്റ് പള്ളിയിലെത്തി ഒരു 4 റക്അത്ത് ഞാൻ നിസ്കരിച്ചാലോ എന്നൊരാൾ തീരുമാനിക്കാൻ പറ്റും? എവിടേക്ക് നിസ്കാരല്ലേ, നല്ലതല്ലേ, ഫാത്തിഹല്ലേ, തക്ബീർ അല്ലേ, സ്വലാത്തല്ലേ, അത്തഹിയാത്തല്ലേ, റുക്കൂ അല്ലേ, സുജൂദല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഞായറാഴ്ച പണിയൊന്നുമില്ല, ഉച്ചക്ക് നല്ല സുഖാണ്, 4 റക്അത്ത് ഒരാൾക്ക് ഒരു 10 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. നല്ലതാണ് എന്ന് കരുതി ദീൻ ഉണ്ടാക്കാൻ ഓരോരുത്തർക്ക് അവകാശമില്ല. അത് പൂർത്തിയാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണോ, അതിന് അള്ളാഹും റസൂലും പഠിപ്പിച്ച മര്യാദയും മാതൃകയും ഉണ്ടാകണം. സ്വഹാബത്ത് കാണിച്ചു തന്ന ചര്യയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയത് മക്കയിൽ നിന്നാണ്. എത്ര കൊല്ലം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു? ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയിട്ട് ഓർമ്മയിൽ ഒരു നോമ്പ് നോറ്റ ഒരു സംഭവം ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മളെ ചെയ്താൽ വേറെ അർത്ഥം കൂടി അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനെ പഠിപ്പിക്കുന്നിടത്ത് ഒരു വക്രത കാണിച്ചു എന്നൊരു അർത്ഥം കൂടി അതിന് വരും. കാരണം അത് പഠിപ്പിക്കാതെയാണ് നബിയോട് പോയത്, നമ്മളാണത് കണ്ടെത്തിയത് എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. എത്ര ഗൗരവമാണ്! യഅൂദുബില്ലാ. അപ്പൊ ആരാധനകൾ ചെയ്ത് നരകം വാങ്ങുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ച ദീനിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.